നമ്മളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. തുടർന്ന് നമ്മൾ അല്പനിമിഷങ്ങൾ ദൈവസന്നിധിയിൽ വചന കേൾവിക്കായി പോവുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ കർത്താവ് നമ്മളോട് സംസാരിക്കേണ്ടതിനായി വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. പ്രാർത്ഥനാ റൂമുകളിൽ കർത്താവിൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ച ഒരു വാക്ക് നിങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അതിനാധാരമായി അപ്പോസ്തലനായ പൗലോസ് എഴുതിയ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യം, ആക്ട്സ് ചാപ്റ്റർ 27 വേർഡ്സ് 25. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിരിപ്പീൻ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം കൂടെ വായിക്കുന്നു: അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിരിപ്പീൻ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. വളരെ സുപരിചിതമായ ദൈവവചനമാണിത്. പൗലോസും കൂട്ടരും കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ ആ ഭാഗമാണ് 27-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആമേൻ. ഇവിടെ പ്രാരംഭത്തിൽ നാം വായിച്ചത് അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിരിപ്പീൻ. അപ്പോൾ ധൈര്യത്തോടിരിപ്പീൻ എന്ന് പറയാൻ കാരണം അവിടെ ചില അധൈര്യങ്ങളുടെ അല്ലെങ്കിൽ അധൈര്യപ്പെടുത്തുന്ന ചില സംഭവങ്ങൾ അവിടെ നടന്നു. ഹല്ലേലൂയ. അവരുടെ കപ്പൽ യാത്രയിൽ അവർ നേരിട്ട പ്രതിസന്ധികളുടെ മേലാണ് പൗലോസ് ഇങ്ങനെ ഒരു വാക്ക് ജനത്തോട് പറയുന്നത്. ഹല്ലേലൂയ. എന്നതുപോലെ ആമേൻ, ക്രിസ്തീയ ജീവിതത്തിലായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലും ഹല്ലേലൂയ യാത്രയിലായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ അധൈര്യപ്പെടേണ്ട, ക്ഷീണിക്കേണ്ട, ഭാരപ്പെടേണ്ട മേഖലകളൊക്കെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും കടന്നു വരാറുണ്ടല്ലേ. ഹല്ലേലൂയ. അവിടെ ഇന്ന് പകൽ കർത്താവിന് പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ: എങ്ങും അധൈര്യപ്പെട്ടു പോകണ്ട, ധൈര്യത്തോടിരിപ്പീൻ. ഹല്ലേലൂയ. ഇന്ന് പകൽ ഒരു ധൈര്യപ്പെടുത്തുന്ന ആത്മാവ് ഹല്ലേലൂയ ഇന്ന് നിങ്ങളുടെ മേൽ ദൈവം പകരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ധൈര്യത്തോടിരിപ്പീൻ. ഹല്ലേലൂയ. ആമേൻ. അവിടെ എഴുതിയിരിക്കുന്നത് എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽ എല്ലാവരും അവരവരുടെ ഹൃദയത്തിൽ നിങ്ങൾ കേട്ട വാഗ്ദത്തങ്ങളെ ഓർത്ത് നിങ്ങളുടെ നെഞ്ചത്ത് കൈവച്ചെന്ന് പറഞ്ഞ് എന്നോട് അരുളി ചെയ്തതെല്ലാം അതുപോലെ തന്നെ സംഭവിക്കും. ഹല്ലേലൂയ. ആമേൻ. അത് വിശ്വസിക്കുക. പലപ്പോഴും ആമേൻ, നമ്മൾ കേട്ട വാഗ്ദത്തങ്ങൾക്കെതിരായി ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മളെല്ലാവരും ചോദിക്കാറുണ്ട്: ഹല്ലേലൂയ, ഞാൻ കേട്ട വാഗ്ദത്തം അതെങ്ങനെ നടക്കും? ഹല്ലേലൂയ. ഇന്ന് പകൽ വിശ്വസിക്കുക, ധൈര്യത്തോടിരിക്കുക. നിങ്ങളോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കാൻ എൻ്റെ ദൈവം നടത്തി തരുവാൻ എൻ്റെ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. ആമേൻ. അവൻ്റെ 20-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്: ആമേൻ, വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കിയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെ അറ്റുപോയി. ഹല്ലേലൂയ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ചില ആശകൾ നശിച്ച്, ഹല്ലേലൂയ, രക്ഷപ്പെടുമെന്നുള്ള ആശ നശിച്ച്, അല്ലെങ്കിൽ ആ രക്ഷപ്പെടുമെന്നുള്ളൊരു പ്രതീക്ഷ കൈവിട്ട് അങ്ങനെ ചിലരായിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെ നശിച്ചാണ് അവർ യാത്ര ചെയ്യുന്നത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആഗ്രഹം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, രക്ഷപ്പെടും, നാളെ അല്ലെങ്കിൽ ഇന്ന് ഞാൻ രക്ഷപ്പെടും, എൻ്റെ കാര്യങ്ങൾക്കകത്തൊരു മാറ്റം വരും എന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും ഹല്ലേലൂയ പ്രതിസന്ധികൾ ഏറി വരുമ്പോൾ നാം ചിന്തിക്കാറുണ്ട്, ഇത് ഞാൻ എങ്ങനെ തരണം ചെയ്യും? ഹല്ലേലൂയ. ആമേൻ. ഈ ഒരു വിഷയത്തിനകത്തൊന്നും ഞാൻ എങ്ങനെ പുറത്തു വരും? ഹല്ലേലൂയ എന്നുള്ള ആ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ട്, അങ്ങനെയുള്ളൊരു ആശ നഷ്ടപ്പെട്ടിരിക്കുന്ന ഏതോ വ്യക്തി ജീവിതത്തിനോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് അങ്ങനെ ഒരു ഭാരം വേണ്ട. ഹല്ലേലൂയ. ധൈര്യത്തോടിരിപ്പീൻ. ഹല്ലേലൂയ. നിന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും. ഹല്ലേലൂയ. ആമേൻ. 22-ാം വാക്യത്തിൽ പറയുന്നു: എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. ഹല്ലേലൂയ. ആമേൻ. പൗലോസ് അവിടെ ധൈര്യപ്പെടുത്തുകയാണ്. കപ്പലിന് ചിലപ്പോൾ എന്തെങ്കിലും സംഭവിച്ചേക്കാം, പക്ഷെ നിങ്ങളുടെ പ്രാണന് ഹാനി വരുവാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. ഇന്ന് പകൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. നമുക്ക് ചിലപ്പോൾ ഹല്ലേലൂയ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമ്മുടെ കരങ്ങളിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ചില വിഷയങ്ങൾ നമ്മൾ ചിന്തിക്കും. ഹല്ലേലൂയ, ഈ ക്രിസ്തീയ ജീവിതം എങ്ങനെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും, ഇതിനെ അവസാനം എന്തായി തീരുമെന്ന് നാം ചിന്തിക്കുമ്പോൾ നിന്റെ പ്രാണന് ഹാനി വരാതെ വണ്ണം ദൈവം സൂക്ഷിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. അത് ചിലപ്പോൾ ചില രോഗങ്ങളായിരിക്കാം. ഹല്ലേലൂയ. ആമേൻ. മരുന്നുകൾക്കകത്ത് ചിലപ്പോൾ ദൈവം ഹല്ലേലൂയ മരുന്നുകൾക്കകത്ത് ചിലപ്പോൾ നമുക്കൊരു പ്രതീക്ഷ കാണത്തില്ല. എന്നാൽ ആമേൻ, നീ ദൈവത്തിൽ പ്രത്യാശ വെക്കുന്ന, ദൈവത്തിൽ പ്രതീക്ഷ വെക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഹല്ലേലൂയ നിന്റെ പ്രാണന് ഹാനി വരാതെ ദൈവം നിന്നെ സൂക്ഷിക്കുവാനിടയായിത്തീരും. അതേത് മാരക രോഗങ്ങളായിക്കൊള്ളട്ടെ, ഹല്ലേലൂയ മെഡിക്കൽ സയൻസ് തള്ളിയ കേസുകളായിക്കൊള്ളട്ടെ, ഹല്ലേലൂയ ഇന്ന് പകൽ വിശ്വസിക്കുക, നിന്റെ പ്രാണന് ഹാനി വരാതെ ഇന്ന് പകൽക്കാലം ദൈവം നിന്നെ സൂക്ഷിക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ. ധൈര്യത്തോടിരിപ്പീൻ. ഹല്ലേലൂയ. എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. ഇന്ന് പകൽ ഹല്ലേലൂയ എത്ര പേർ വിശ്വാസത്തോടായിരിക്കുന്നു? പൗലോസ് പറഞ്ഞതുപോലെ ഹൃദയത്തിൽ ധൈര്യത്തോടെ ഹല്ലേലൂയ ആമേൻ. ഏത് പ്രതിസന്ധി വന്നാലും, ഏത് പ്രശ്നങ്ങൾ വന്നാലും ഹല്ലേലൂയ അതിൻ്റെ എല്ലാം മധ്യത്തിൽ ധൈര്യത്തോടിരിപ്പാൻ ഒരു ദൈവകൃപ. ഹല്ലേലൂയ ആമേൻ. എന്നോട് അരുളി ചെയ്ത വാഗ്ദത്തങ്ങൾ അതേപടി നടക്കുമെന്നുള്ള വിശ്വാസത്തോടെ ഹല്ലേലൂയ മുന്നോട്ട് പോകുവാൻ ഈ പകൽക്കാലം ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ റോമാലേഖനം 4-ാം അധ്യായം
അതിൻ്റെ 20ഉം 21 വാക്യങ്ങൾ. റോമൻസ് ചാപ്റ്റർ 4 വേർഡ്സ് 20 and 21. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായും ഉറച്ചു. ഹല്ലേലൂയ. അവൻ അബ്രഹാമിനെ പറ്റിയാണ് അവിടെ പറയുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. ഹല്ലേലൂയ. ഇന്ന് പകൽ ആമേൻ ധൈര്യത്തോടിരിപ്പീൻ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് പറഞ്ഞ ദൈവം ഹല്ലേലൂയ വീണ്ടും നിങ്ങളെ ഉറപ്പിക്കുകയാണ്. ആമേൻ. നിങ്ങൾ കേട്ട വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ ആമേൻ വിശ്വാസത്താൽ ഇന്ന് പകൽ ശക്തിപ്പെടുക. ഹല്ലേലൂയ. ആമേൻ. അതേ, നീ കേട്ട വാഗ്ദത്തം എത്ര വലുതായാലും ഹല്ലേലൂയ നിന്നോട് അരുളി ചെയ്ത ഹല്ലേലൂയ വാഗ്ദത്തം ഹല്ലേലൂയ നിന്നോട് കൈമാറിയ ദൈവം അത് നിവർത്തിപ്പാൻ ശക്തനാണ്. ഹല്ലേലൂയ. ഒറ്റ കാര്യം മാത്രം നാം ചെയ്താൽ മതി, വിശ്വാസത്താൽ നീ ശക്തിപ്പെടുക. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ കേട്ട വാഗ്ദത്തങ്ങൾ സ്തോത്രം പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കുക. അങ്ങനെ സംഭവിച്ചതിനാൽ നന്ദി എന്ന് പറയുക. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ അത് സംഭവിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായും ഉറച്ചു. ഹല്ലേലൂയ. ഇന്ന് പകൽ ഹല്ലേലൂയ നിങ്ങളുടെ ഹൃദയത്തിനകത്തൊരു ഉറപ്പുണ്ടാകട്ടെ. അതെ, എന്നോട് വാഗ്ദത്തം ചെയ്ത ദൈവം ഹല്ലേലൂയ അത് നിവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായും ഉറക്കുക. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ പകൽക്കാലം ഹല്ലേലൂയ ദൈവകരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ കേട്ട വാഗ്ദത്തങ്ങൾ, നമ്മളോട് പറഞ്ഞ പ്രോമിസുകൾ, ഹല്ലേലൂയ നിങ്ങളായിരിക്കുന്ന ദൈവസഭകളോട് പറഞ്ഞ പ്രോമിസുകൾ, ഹല്ലേലൂയ അതൊക്കെ നിവർത്തിപ്പാൻ എൻ്റെ ദൈവം ശക്തനെന്ന് എത്ര പേർ ഈ പകൽക്കാലം വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ഇന്ന് പകൽ ശക്തിപ്പെടുക. ഹല്ലേലൂയ. പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഓരോന്നും ഹല്ലേലൂയ ഏറ്റു പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. നിന്റെ ദൈവം നിന്നോട് വാഗ്ദത്തം അരുളി ചെയ്ത ദൈവം അത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് ഉറയ്ക്കുക. ഹല്ലേലൂയ. ഇന്ന് പകൽ ചില ഹല്ലേലൂയ ആമേൻ ഭാരപ്പെട്ടിരിക്കുന്ന, വേദനപ്പെട്ടിരിക്കുന്ന, ഹല്ലേലൂയ ചഞ്ചലപ്പെട്ടിരിക്കുന്ന ചില ഹൃദയങ്ങളെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ധൈര്യപ്പെടുത്തുകയാണ്. അതേ, ധൈര്യത്തോടിരിപ്പീൻ. ഹല്ലേലൂയ. എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. റാഖമ സന്ധുന ജഗൽ കനകടക രഹസ്യാർത്ഥന ബൗഡറകൽ കനാദിയാരകൽ കനകടകന. ഹല്ലേലൂയ. ചില ഹൃദയങ്ങളെ ഇന്ന് പരിശുദ്ധാത്മാവ് അസാധാരണമായ ധൈര്യം കൊണ്ട് ആമേൻ ഉറപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ധൈര്യപ്പെടുക. നിന്റെ മേൽ അരുളി ചെയ്ത വാഗ്ദത്തങ്ങൾ എത്ര വലുതായാലും ഹല്ലേലൂയ എത്ര സമയം കഴിഞ്ഞെന്ന് നീ ചിന്തിച്ചാലും ആമേൻ ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ കർത്താവെല്ലാം നന്മയ്ക്കായി ചെയ്തു തീർക്കും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, കേൾക്കപ്പെട്ട വചനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളോടൊക്കെ പറഞ്ഞതുപോലെ ധൈര്യത്തോടിരിപ്പീൻ. ഹല്ലേലൂയ. ആമേൻ. എന്നോട് വാഗ്ദത്തം ചെയ്ത ദൈവം, എന്നോട് അരുളി ചെയ്ത വാഗ്ദത്തങ്ങൾ അത് സംഭവിക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഈ ജനത്തിൻ്റെ മേൽ ഒരു അസാധാരണമായ ധൈര്യം ഇന്ന് പകൽ ദൈവം കൈമാറിയതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അനുഗ്രഹിക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.